നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞു ഈ നവംബർ അവസാനത്തോടു കൂടി ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡിൻ്റെ വാങ്ങൽ പൂർണ്ണമായിട്ട് നിർത്തും. അതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിലും അവരുടെ ക്രൂഡിൻ്റെ അവിടുന്ന് വാങ്ങൽ കുറച്ചിട്ട് അവർ ഗയാന, അതായത് അമേരിക്കൻ കമ്പനികളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അവരാണ് അത് ട്രേഡ് ചെയ്യുന്നത്. ഷാവറോൺ, അങ്ങനെ പല എസോൺ വൺ എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ ജയൻസ് ആണ്, അവരുടെ നിന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് ഇന്ന് ഇന്ത്യൻ ന്യൂസ് പേപ്പർ, അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ്, ബിസിനസ് ടുഡേ, അതേപോലെ ഗ്ലോബൽ ആയിട്ടുള്ള ന്യൂസ് ഏജൻസി റൈറ്റേഴ്സ്, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ ക്രൂഡ് വാങ്ങിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, ജാംനഗറിലുള്ളത്. അവർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 2.5 മില്യൺ ബാരൽ ഇറാഖിൽ നിന്നും മറ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങി. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഈ പറഞ്ഞ ട്രംപ് പറഞ്ഞ സത്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് നിർത്തുമെന്ന്. കാരണം അവർക്ക് സമയം വേണം, ആ സമയം നീട്ടിക്കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്നെ തെറി വിളിച്ചോണ്ടെന്ന് കാര്യം ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. എനിക്ക് ഈ കപടതയും കള്ളത്തരവും പൊങ്ങച്ചൊന്നും അടിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നെഗോസിയേഷൻ ഫർദർ അമേരിക്കയായിട്ട് മുന്നോട്ട് പോയത്. ടാരിഫ് തന്നെയാണ് ഇഷ്യൂ. മറ്റു പല ഇഷ്യൂ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. നിങ്ങൾക്കറിയാം, H1B വിസ. എന്താ അറിയാൻ സാധിക്കുന്നത്? 1 ലക്ഷം രൂപ അമേരിക്ക വാങ്ങുന്ന ആ സംഭവം അവർ ഇന്ത്യയുടെ റിക്വസ്റ്റ്, കാരണം ഇന്ത്യ ഇത് മുമ്പോട്ട് വെച്ചു. കാരണം ഇന്ത്യൻ അർബൻ സിറ്റികളിൽ H1B വിസ വലിയ ഇഷ്യൂ ആണ്. അപ്പം അമേരിക്ക ഈ 1 ലക്ഷം രൂപ ഇവിടുന്ന് വാങ്ങുന്നത് അത് നിർത്തിവെച്ചു. അതായത് 1 ലക്ഷം അമേരിക്കൻ ഡോളർ ഫീസ് കൊടുക്കണ്ട. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന ടോക്സ് ആണ്. അതേപോലെ ഇന്ത്യൻ സിനിമകൾക്ക് ഇന്ത്യൻ ഗ്ലോബൽ അമേരിക്കയിൽ ഇല്ലാത്ത സിനിമകൾക്കെല്ലാം, ഉണ്ടാക്കാത്ത സിനിമകളെല്ലാം പുറത്തുനിന്ന് പറയുന്നത് 100% ടാരിഫ്. അത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കും. എത്രയോ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അതുമല്ല, സിനിമ ഇൻഡസ്ട്രിയുടെ 40% പ്രോഫിറ്റിനെ ബാധിക്കുന്നേ. അതും ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന ഇതടിക്കുന്നവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഒരു രാജ്യം എങ്ങനെയാ പോകുന്നതെന്ന്. ചുമ്മാ ബിഡ്ഡിത്തരവും പൊട്ടത്തരവും വിളിച്ച് പറയും. എന്നിട്ടത് കുറച്ച് ചാനലും എടുത്ത് താങ്ങും. എന്നിട്ടത് യൂട്യൂബിൽ വരും. നാഷണൽ ചാനൽ പോലും വെറുതെ അടിച്ചു. ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശമുണ്ട്, ട്രംപിനെതിരെ കൂടുതലായിട്ടൊന്നും പറയണ്ട നാഷണൽ ചാനലുകൾക്ക്. അതായത് മാൻഡേറ്ററി ആയിട്ട് പല ചാനലുകൾക്കും INB മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം അയാളെ ചൂടാക്കണ്ട. അതുകൊണ്ടാണ് ഇപ്പം ആൻറ്റി ട്രംപ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇന്ത്യൻ ചാനലിൽ വരാത്തത്. പ്രോപ്പറായിട്ട് എല്ലാ ചാനലിലോടും പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം ഫർദറായിട്ട് അമേരിക്കയായിട്ട് ഉടക്കിപ്പോയി കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. H1B വിസ ഇന്ത്യയുടെ അർബൻ നഗരങ്ങൾ എത്ര ഭയങ്കരമായിട്ടാണ് ബാധിച്ച്. ഈ അവിടെയുള്ള ജോലി ചെയ്യുന്ന H1B വിസക്കാർക്ക് അവർക്ക് ഇന്ത്യയിലോട്ട്, അവർ ഈ ദീപാവലിക്കൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയിലോട്ട് വരേണ്ടതാണ്. എല്ലാവരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഫ്ലൈറ്റ് കയറിയും തിരിച്ചിറങ്ങിപ്പോയി. ഈ രീതിയാണ് ഉണ്ടായത്. ഇതെന്ത് ചെറിയ കാര്യമാണോ? ഇതാണ് ഞാൻ പറയുന്നത്. പവർഫുള്ളാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അവരോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഗെയിം കളിച്ചോണം. ഇപ്പോഴാണ് മോദിക്കൊക്കെ പിടിയിട്ടത്. ഈ പറയുന്ന ഉണ്ടാക്കിയെടുത്ത ടവറിംഗ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബാക്കപ്പിലാണ് ഗ്ലോബൽ ലീഡറും വിശ്വഗുരുവും ഒക്കെ ആയത്. ഇതാണ് ഞാൻ പറയുന്ന സംഭവം. ഇത് പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്ത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അടി കിട്ടാൻ പോകുന്ന ഇന്ത്യയാണ്. നിങ്ങൾ നോക്ക്, ചൈനയ്ക്ക് അവരുടെ ഗ്രോത്ത് ഇത് ഇന്നലെയാണ് അത് പുറത്തു വിടുന്നത്. അതിൻ്റെ 4.5% ആണ് ഗ്രോത്തിൻ്റെ GDP. ഗ്രോത്തിൻ്റെ GDP തമ്മിൽ വ്യത്യാസമാണ്. അത് 4.8% ആണ് കുറവ്. കാരണം അമേരിക്കൻ US ഇഷ്യൂ ആണ് സംഭവം. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 3-3.5 മാസം കൂടെ കഴിഞ്ഞ് അമേരിക്കൻ ടാരിഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ യൂറോപ്യൻ പ്രഷർ ഭയങ്കരമാണ്. ഇവിടെ യൂറോപ്പിൻ്റെ ട്രേഡ് ആൾക്കാരും യൂറോപ്യൻ യൂണിയൻ ആൾക്കാരൊക്കെ സംസാരിച്ച് പെട്ടെന്ന് കൊണ്ടുപോകാമെന്നതല്ല, ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു അവർ ട്രേഡ് കൂട്ടാം, പക്ഷെ ആദ്യം ഇത് നിർത്താൻ പറഞ്ഞു. എന്താണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്? 2026 അവസാനത്തോടു കൂടി റഷ്യയിൽ നിന്നും വാങ്ങുന്ന ക്രൂഡ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കും, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതായത് ഗ്ലോബലായിട്ട് നടക്കുന്ന ഇഷ്യൂസാണ്.
അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ ഇത്രമാത്രം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നോക്ക് പെട്ടെന്ന് താഴോട്ടൊക്കെ ഡിക്ലൈൻ ചെയ്തു. ഈ പറയുന്ന കണക്കുകളൊക്കെ ചുമ്മാ അടിച്ചു വിടുന്ന ഓരോ കണക്കുകളാണ്. IMFൻ്റെ കണക്ക്, അതിൻ്റെ കണക്ക്, ഇതിൻ്റെ കണക്ക്, അതിനിടയ്ക്ക് വേറെ കണക്ക് വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഏറ്റവും വലിയ എയർഫോഴ്സ് ഇന്ത്യയുടെയാണ്. എന്ത് എയർഫോഴ്സ് ഇന്ത്യയുടെയാണ് മൂന്നാമത്തെ? ഏതിൻ്റെ രീതിയിലായി ടാലി ചെയ്യുന്നത്? ഇപ്പൊ ബോധമില്ലാതെ ഓരോന്നൊക്കെ അടിച്ചു വിടും, അതെടുത്തങ്ങ് മെഴുകും. എങ്ങനെ അത് മൂന്നാമത്തെ ആകുന്നത്? അതേപോലെ തന്നെ HALൻ്റെ അവിടെ തേജസ് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ഉണ്ടാക്കി. ലോകത്തിൽ ഏറ്റവും ഭയങ്കര എയർക്രാഫ്റ്റ് മാനുഫാക്ചേഴ്സ് തേജസ് എന്നൊക്കെ അടിച്ചു വിടുക. എങ്ങനെ ഇത് ശരിയാവുന്നത്? ഇന്ത്യ ഇന്നും സ്വന്തമായിട്ട് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഹെലികോപ്റ്റർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചേതക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇപ്പൊ തേജസ് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ്, അതിൻ്റെ എഞ്ചിൻ എന്ന അമേരിക്കൻ എഞ്ചിൻ. അത് ഇപ്പോഴാണിത് സാങ്ഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴാണ് 10 കൊടുത്തു, പെട്ടെന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ട്രംപും മോദിയായിട്ടുള്ള ഇഷ്യൂവിന് നേരത്തെ വരാനുള്ള സംഭവം ബ്ലോക്കായിപ്പോയി. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ സ്റ്റേമറൊക്കെ വന്നില്ലയോ? എന്തുകൊണ്ടാണ് ഫ്രാൻസ് പെട്ടെന്ന് സോഴ്സ് കോഡ് കൊടുക്കാൻ ബ്ലോക്ക് ചെയ്തതിൻ്റെ കാര്യം എന്തുവാ? ഞാൻ പറഞ്ഞ റഫേലിൻ്റെ കാര്യം, സ്റ്റാമർ അവരാണ് ഈ പറഞ്ഞ് ഇജക്റ്റ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിനകത്ത്, അത് കൊടുക്കുന്നത്. അതിൻ്റെ ലാൻഡിങ് ഗിയർ കൊടുക്കുന്നത് വേറൊരു രാജ്യം. ഇതിനകത്ത് ഏത് സാധനവും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ. നമ്മളത് ഡിസൈൻ ചെയ്ത് 10-20 വർഷം എടുത്താൽ ഡിസൈൻ ചെയ്ത്. അത് സത്യമാണ്. ഇത് ഓരോന്നും നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ കാവേരി എഞ്ചിൻ ഉണ്ടാക്കിയത് മറ്റേ MiG-21 എഞ്ചിൻ പോലെ. അതിന് ത്രസ്റ്റ് ഇല്ല സംഭവം. അതായത് നമ്മളിപ്പോഴും ഡിപ്പെൻഡഡ് ആണ്. നമുക്ക് സമയമെടുക്കും. നമ്മൾ ഇപ്പോഴങ്ങോട്ട് മുന്നോട്ട് വരുന്നത് ലിബറലൈസേഷന് ശേഷമാണ് നമ്മൾ വേൾഡ് മാർക്കറ്റിലോട്ട് ഗ്ലോബലൈസ്ഡ് ആയിട്ട് എക്കോണമി മാറിയത്. അതിൻ്റെ ഭാഗം അത് മുഴുവൻ നമ്മൾ പുറത്ത് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് പലതും ഇവിടെ മാനുഫാക്ചർ ചെയ്യുക. പിന്നെ അതിനുശേഷം ചൈന നമ്മളെ ഈ പറയുന്ന ഉള്ള ചവറും മുഴുവനും കൂടി ഡംപ് ചെയ്ത് ഇന്ത്യയിൽ എത്രയോ ഫാക്ടറികൾ അടച്ചുപോയി, എത്രയോ MSME അടച്ചുപോയി. പിന്നെ ആൾക്കാരെന്ത് ചെയ്തു? നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനം ഇന്ത്യൻ പേര് വെച്ച് ഇത് ചൈനയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് അവിടെ ഇവിടെയൊക്കെ കാണിക്കും. പിന്നെ ഏഷ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഇവിടെ കയറി വന്നു. അതായത് നമ്മുടെ സ്ട്രക്ചറൽ എക്കോണമിക്കകത്ത് പലതിൻ്റെ അകത്തും കാതലായ മാറ്റം ഉണ്ടായാൽ മാത്രമേ മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാം വലിയ സക്സസ് ആവത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ചാടി കയറിയുന്ന സക്സസ് ആവുന്ന വലിയ സംഭവം. അപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല, ഞാൻ ഈ സംഭവത്തിലോട്ടാണ് വരുന്നത്. അതായത് ഓയിലുമായി ബന്ധപ്പെട്ട്. അതായത് നവംബറോടുകൂടി ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് റഷ്യ എന്നുള്ള കൂട് നിർത്തും. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞ സംഭവമാണ്. ഇന്ത്യ ഗവൺമെൻറ് നെഗോഷിയേറ്റേഴ്സ്, ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കൻ പ്രസിഡന്റിനോട് നേരിട്ട് വൈറ്റ് ഹൗസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി റഷ്യ നീ പറയുന്ന ഹാർഡ്വെയർ സാധനങ്ങളൊന്നും വാങ്ങത്തില്ല. കാരണം എക്കോസിസ്റ്റം മുഴുവനും മാറ്റണം. കാരണം ഈ ട്രേഡ് ഇംബാലൻസ് ചെയ്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാമിംഗ് സെക്ടർ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ചില കർഷകരോട് പോവും, ഈ പറയുന്ന ഡയറി ഫാമേഴ്സിനോട് പോവും. അപ്പം അതുകൊണ്ട് ഈ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുണ്ട്. റഷ്യയിൽ നിന്നാണ് ഹാർഡ്വെയറിൻ്റെ സംഭവം. അതിൻ്റെ സർവീസും മറ്റുള്ള സാധനങ്ങളും തുടരും. അതായത് ഹാർഡ്വെയർ സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ മാനുഫാക്ചറായിട്ട് സപ്പോർട്ടീവായിട്ട് നമ്മൾ റഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഇത് ഹൊവാർഡ് ലുക്റ്റിക്കും പീറ്റർ നവാരയൊക്കെ പറഞ്ഞ സത്യമാണ്. അത് ചുമ്മാ അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഈ റൈറ്റ് വിങ് BJP ഹാൻഡിലേഴ്സ് അതിനെ അങ്ങ് പുകച്ചങ്ങനെ നാശമാക്കാൻ ശ്രമിച്ചു. അത് അവരുടെ രീതിയിൽ അവരുണ്ടാക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ശരിക്കും ഇന്ന് ഡിപ്പെൻഡബിൾ ആണ് അമേരിക്ക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഇത്ര IT വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. എത്ര പേരാണ് അമേരിക്കൻ IT കമ്പനികൾ, ഇന്ത്യൻ IT കമ്പനി അവർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാർ ഇന്ത്യ ജോലി ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ലൈഫ് എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് ഈ ചാടി കയറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചാണകമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ടെക്നോളജിയുമായി ബേസ് ചെയ്ത് എല്ലാം ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അമേരിക്ക എന്നാണ്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വർക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അമേരിക്കൻ കമ്പനികൾ ത്രൂ ആണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ എത്തുന്നത്. ഇപ്പം യാഥാർത്ഥ്യം ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മോദി ഗവൺമെൻറ് അമേരിക്കയെ ശത്രുവായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ സ്വയം പര്യാപ്തമാകാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ ഒരാൾ പറയുന്നത് ഇവിടെ അങ്ങോട്ട് മിസൈൽ വിടുന്നു, അവിടെ നിന്ന് കൂടി ഇപ്പം ട്രംപിനെ കാണിച്ചു കൊടുക്കും. ഈ ട്രംപിനെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ചൈന വിചാരിച്ച വല്ലതും ചെയ്യാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ സംഭവം.
ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്തോ ഈ പറയുന്ന പോലെ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക കൂടുതൽ അടുക്കാൻ പറ്റത്തില്ല, വെപ്പൺസ് കൊടുക്കരുത്. അവർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് താല്പര്യമുണ്ട് പാകിസ്ഥാൻ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കരുത്. അതിൻ്റെ സ്ട്രാറ്റജിയും പരിപാടിയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കാൻ താല്പര്യമില്ല. ചൈനയോട് കോമ്പറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് അമേരിക്കൻ ആവശ്യമാണ്. അത് അവരുടെ പെർസെപ്ഷന് അവർ ലോങ് സ്റ്റാൻഡിങ് കാണുന്നൊരു സംഭവമാണ് സ്ട്രാറ്റജിയായിട്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് മോദി ഗവൺമെൻറ് തീരുമാനിച്ചത് ഈ റഷ്യയുമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ കച്ചവടം മുഴുവനും നിർത്താം. നവംബറോടുകൂടി കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യും. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ റിലയൻസും റോസ്നെറ്റ് അതേപോലെ ഇന്ത്യൻ റിഫൈനറീസ് കമ്പനി അല്ലായിരുന്നു. ഇത് അവർ തന്നെ മാറ്റി. കാരണം പ്രഷറാണ് സംഭവം. ഒരു രാജ്യത്തിന് ഇത്രമാത്രം ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചൈനയല്ല. ചൈനയ്ക്ക് പറ്റും. ചൈനയ്ക്ക് ഒരു പരിധി വന്നാലും അവരുടെ എക്കോണമി താഴെ പോകും. ഇന്ത്യൻ എക്കോണമി ഈ ഒരു സ്റ്റേജിൽ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇത് യാഥാർത്ഥ്യം. ഇപ്പം ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന്, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസ്, അതായത് വിദേശകാര്യ വകുപ്പ് വ്യക്തത പറയുന്ന, അയാൾ ഇന്ത്യൻ ആൾക്കാരെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. യാഥാർത്ഥ്യം എന്തുവാ? ഈ ടോക്സ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യൻ നെഗോഷിയേറ്റേഴ്സ് അമേരിക്കയായിട്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയില്ലേ. ഇതൊക്കെ ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് റഷ്യയെ തെറ്റിക്കാൻ പറ്റുന്നത് ഡിപ്ലോമാറ്റിക്കലി? അതായത് പബ്ലിക്കിന് മുമ്പിൽ തെറ്റിക്കാൻ പറ്റത്തില്ല, ഇന്റർനാഷണലി തെറ്റിക്കാൻ പറ്റത്തില്ല. കാരണം റഷ്യൻ ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യേണ്ട സർവീസ് എല്ലാം റഷ്യ തരുന്നത്. അപ്പം ഇന്ത്യയുടെ ഡിപ്ലോമസി മാറ്റർ ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഗ്ലോബൽ സ്ട്രാറ്റജി, ഇന്ത്യയുടെ ഗ്ലോബൽ എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ജോലി മാറ്റർ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഡൊമസ്റ്റിക് എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട്, ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിളായ ഇഷ്യൂസിൻ്റെ പുറമിൽ നമുക്ക് ഈ റഷ്യയുമായിട്ട് ക്രൂഡ് മേടിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഫൈനലി ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് അതാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2-3 മാസം കൊണ്ട് ഈ സംഭവം ഉള്ളതാണ്. ഇന്ത്യ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നവംബറോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് റഷ്യൻ ക്രൂഡ് ഇന്ത്യ വാങ്ങത്തില്ല. ഇതൊരു തീരുമാനം തന്നെയാണ്. ഇത് അവരെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുള്ളുന്നവന്മാർ തുള്ളട്ടെ, അത്രയേ ഉള്ളൂ.